പൊണ്ണത്തടി കുറക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മൾ തടി കുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഹാർട്ടിനും അതുപോലെ തന്നെ പല അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ സാധാരണ ആളുകൾ എന്താ ചെയ്യുന്നത്? തടി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറവായിരിക്കും, വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം കുടി. വെള്ളം കുടിക്കുന്നത് കുറവായി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് വേണ്ട ഇലക്ട്രോലൈറ്റ്സ്, ധാതു ലവണങ്ങളൊക്കെ കുറയും. സോഡിയം, പൊട്ടാസ്യം അതുപോലത്തെ പല സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമ്മളെ മെൻ്റൽ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ ബോധത്തിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് സംബന്ധമായിട്ടുള്ള മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാവും പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊണ്ണത്തടി കുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ടോപ്പിക് മറക്കണ്ട. പൊണ്ണത്തടി കുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. വെള്ളം കൂടി കുറവായത് കൊണ്ടും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ധാതു ലവണങ്ങളെ കുറിച്ചും ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഈ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഈ സംഭവങ്ങളൊക്കെയാണ്. നിങ്ങൾ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും സോഡിയം കുറഞ്ഞു പോയി അല്ലെങ്കിൽ പൊട്ടാസ്യം കുറഞ്ഞു പോയി, ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം LCHF സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരാഴ്ച എല്ലാവർക്കും ഒരു 3 കിലോ കുറയും. ഈ 3 കിലോ കുറയുന്നത് നിങ്ങളുടെ ബോഡി വെയിറ്റിലുള്ള നിങ്ങളെ വാട്ടർ വെയിറ്റ് ആണ് കുറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ശരീരത്തിലുള്ള ദുർമേധസ് അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ ഫാറ്റ് ആയിട്ടുള്ള സംഭവമല്ല കുറയുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളെ വാട്ടർ ലോസ് ആണ്. അത് ഈ ഡയറ്റിൻ്റെ ഒരു പ്രത്യേകത അല്ല, അത് വാട്ടർ ലോസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്, ഈ വാട്ടർ ലോസ് ശരീരത്തിൽ നിന്ന്, ബോഡി വെയിറ്റിൽ നിന്ന് കുറയുമ്പോൾ അതിൻ്റെ കൂടെ ഈ സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം ഇതെല്ലാം കുറഞ്ഞു പോകും. അത് റീപ്ലേസ് ചെയ്യണം. അത് നിങ്ങൾ ശരീരത്തിൽ വീണ്ടും എത്തിക്കണം. അതിനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ തേടണം. അത് തേടിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ സോഡിയം എല്ലാം മൂത്രത്തിലൂടെയൊക്കെ ആയിട്ടും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നടക്കുമ്പോൾ ഒക്കെ വിയർപ്പിലൂടെയും ഒക്കെ ആയിട്ട് ഈ സോഡിയം നഷ്ടപ്പെടും. നിങ്ങളെ ശരീരത്തിലെ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു പോകും. അപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു പോകുമ്പോൾ അത് തിരിച്ച് ശരീരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ LCHF ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഉപ്പിട്ട നാരങ്ങ വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞു. ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഭംഗിവാക്കി പറയല്ല. സോഡിയം, പൊട്ടാസ്യം അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ ശരീരത്തിന് വേണ്ട ഇലക്ട്രോലൈറ്റ്സ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു 4 ലിറ്റർ ഉപ്പിട്ട നാരങ്ങ വെള്ളം, ഉപ്പിട്ട എന്തെങ്കിലും സാധനങ്ങൾ, സാലഡിലൊക്കെ ഉപ്പിട്ട് കഴിക്കുക, ഉപ്പിട്ട എന്തെങ്കിലും ഐറ്റംസുകളൊക്കെ കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്ന. അതുപോലെ തന്നെയാണ് ഈ പൊട്ടാസ്യം എന്ന് പറഞ്ഞത്. പൊട്ടാസ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. ഈ പൊട്ടാസ്യം ഹാർട്ടിൻ്റെ ഒക്കെ കൺട്രാക്ഷൻ, അതായത് നമ്മളെ പമ്പിങ്ങില്ലേ, അതിനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പൊട്ടാസ്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗാഡോ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ബ്രൊക്കോളി, ആ ഐറ്റംസ്, അതൊക്കെ വെജിറ്റബിൾസ്, സാധാരണ വെജിറ്റബിൾസ്, പച്ച കളറിലുള്ള, അതുപോലെ തന്നെ നമ്മളെ ക്യാബേജ് ഐറ്റംസുകൾ, നമ്മളെ ചീരകളില്ലേ, ആ ഐറ്റംസുകളൊക്കെ കൂടുതലായിട്ട് കഴിച്ചാൽ, വെജിറ്റബിൾസ് കഴിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ പൊട്ടാസ്യം തിരിച്ചു കൊണ്ടുവരിക. അവഗാഡോ, ശുദ്ധമായിട്ടുള്ള അവഗാഡോ, ഞാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ, നമ്മൾ രാവിലത്തെ പ്രാതൽ കഴിക്കുമ്പോൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗാഡോ, സാധാരണ അവഗാഡോ ജ്യൂസൊന്നും അടിക്കാതെ അത് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് പതിവ്. മുട്ടയുടെ കൂടെ മുട്ട ഓംലേറ്റോ അല്ലെങ്കിൽ സാധാരണ ബോയിൽഡ് എഗ്ഗോ, പിന്നെ ബട്ടർ കോഫിയും പിന്നെ ഇതും കഴിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പൊട്ടാസ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽസിൻ്റെ പ്രോസസ്സ്, എല്ലാ റിയാക്ഷൻ നടക്കാൻ വേണ്ടി മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട്. അപ്പോൾ മഗ്നീഷ്യം അടങ്ങിയ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൻ്റെ ചിത്രം ഞാനിവിടെ കൊടുക്കാം. ഈ ഫുഡ് കാണുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇതൊക്കെ കൂടുതൽ കഴിക്കണം. അപ്പോൾ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഈ 3 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുന്നത് ക്ഷീണമുണ്ടാവാം, തലവേദന ഉണ്ടാവാം, വയറുവേദന ഉണ്ടാവാം, മലബന്ധം ഉണ്ടാവാം, കയ്യിന് തരിപ്പുണ്ടാവാം, കാഴ്ചക്കൊരു മങ്ങൽ വരാം, മുടി കൊഴിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ദാഹം തോന്നാം, മൂത്രക്കടച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു എന്താ പറയുക, മൂഡ് സ്വിംഗ് എന്ന് പറയും. പെട്ടെന്ന് നമ്മുടെ ദേഷ്യം വരിക, അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ വരാം.
അപ്പോൾ ആ കാര്യം മനസ്സിലായി. ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ പറയുന്ന കാര്യമാണ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നില്ല, ഒരുപാട് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനത് ചോദിക്കട്ടെ, നമ്മൾ കഴിക്കുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലക്കറികൾ, പച്ചക്കറികൾ, നട്ട്സുകൾ, ബദാം, അതുപോലെ തന്നെ വാൾനട്ട്, ബ്രെയിൻ നട്ട്, കാഷ്യൂനട്ട്, ഈ ഐറ്റംസിലൊക്കെ, അതുപോലെ തന്നെ ഒരുപാട് വിത്തുകൾ, നമ്മളെ ഫ്ലാക്സ് സീഡ്, അങ്ങനെ പല സീഡ്സുകളുണ്ട്, ഇതൊക്കെ കഴിക്കാവുന്നതാണ്. ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, വെജിറ്റബിൾസ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതിൻ്റെ വേറെ പേരാണ് സെല്ലുലോസ് എന്ന് പറയും. സെല്ലുലോസ് ആണ് ഈ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇലകളിൽ അല്ലെങ്കിൽ പച്ചക്കറികളിൽ അല്ലെങ്കിൽ പ്ലാന്റിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് സെല്ലുലോസ്. പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള സെല്ലുലോസിൻ്റെ പേരാണ് ഫ്രൂട്ടോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് എന്ന് പറഞ്ഞത്. മധുരമേറിയ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് വളരെ കൂടുതൽ മധുരമുള്ള പഴങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്. ആ ഫ്രക്ടോസ് ഒഴിവാക്കണം. ഫ്രക്ടോസ് എന്ന ഗ്ലൂക്കോസിൻ്റെ തന്നെ വേറെ രൂപത്തിലുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പച്ചക്കറിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് സെല്ലുലോസ്. അപ്പോൾ ഈ ഐറ്റംസ് അത് ഓൾറെഡി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ കാർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പച്ചക്കറികൾ കൂടുതൽ കഴിക്കുമ്പോൾ അതിൽ കാർബ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട, നമ്മളെ ബ്രെയിനിന് അല്ലെങ്കിൽ തലച്ചോറിന് ഫങ്ഷൻ ചെയ്യാനും നെർവിന് ഫങ്ഷൻ ചെയ്യാനുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സോഡിയം, പൊട്ടാസ്യം എന്നത്, സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഈ 3 മിനറൽസുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ LCHF ആയാലും, അതുപോലെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയാലും വാട്ടർ ഫാസ്റ്റിംഗ് ആയാലും ഇതൊക്കെ ചെയ്തിട്ട് തടി കുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മുതൽ 4 ലിറ്റർ വെള്ളം നന്നായിട്ട് കഴിക്കണം. ഉപ്പിട്ട നാരങ്ങ വെള്ളം കഴിക്കണം. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഹൈഡ്രേറ്റ് ചെയ്യണം, കൂടുതൽ വെള്ളം കുടിക്കണം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെയുള്ള മെസ്സേജ്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് വിടുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇവിടെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട്, ചുവന്ന ബട്ടൺ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ബെല്ലിൻ്റെ ചിത്രം വരും. അത് നിങ്ങൾ അമർത്തി വെച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ അമീർ അളമരം വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, താഴെയെങ്കിൽ പോയാൽ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയും മറ്റൊരു അറിവുമായി ഞാൻ വീണ്ടും വരാം. ഞാൻ അമീർ അളമരം. ബൈ ബൈ.